സജീസ് ഇന്നോവേഷൻസിൻ്റെ ചെറിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ വെച്ചാൽ നമ്മുടെ റംബൂട്ടാൻ്റെ ഈ വർഷത്തെ ലാസ്റ്റ് വിളവെടുപ്പാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചായിരുന്നു റംബൂട്ടാൻ്റെ കുറേ അധികം കായ്കളുണ്ടായിരുന്നു പ്രാവശ്യം. അപ്പോൾ വിളവെടുപ്പിൻ്റെ വീഡിയോ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, പലരും ചോദിക്കുകയും ചെയ്തു. പക്ഷേ പല കാരണങ്ങളുണ്ട് ഇത് കാണിക്കാൻ പറ്റില്ല. ഒന്നാമത് കാലാവസ്ഥാ മാറ്റം കാരണം മിക്കവാറും കായ്കളൊക്കെ കൊഴിഞ്ഞുപോയി. പിന്നെ വേറൊന്ന് പ്രാവശ്യം കണ്ടത് അണ്ണാൻ്റെയും തത്തയുടെയൊക്കെ ഭയങ്കരമായ കടന്നുകയറ്റം ഉണ്ടായി. അപ്പോൾ എന്തായാലും ഇത്തവണ ഞാൻ അണ്ണാനും തത്തയ്ക്കും കുറേ അധികം കൊടുത്തു കിട്ടും. ഞാനത് കയറിയൊന്നുമില്ല, അവരെല്ലാം കഴിച്ചിട്ട് പോയി. കുറച്ച് ആവശ്യത്തിന് വലിയ റംബൂട്ടാൻ എല്ലാവർക്കും അറിയാമല്ലോ, വലിയ റംബൂട്ടാൻ്റെ കുറേ കായ്കൾ കിട്ടി, ബാക്കി അങ്ങനെ പോയി. ഇനി ഇവിടെയാണ് ചെറിയ റംബൂട്ടാനുള്ളത്. ഇതിലും കുറേ അധികം കായ്കളുണ്ടായി. ഇത് കണ്ടോ, അവിടെയൊക്കെ എല്ലാം മൊത്തം കായ്കൾ എടുത്തു കഴിഞ്ഞു. എല്ലാം കൊമ്പുകൾ അങ്ങനെ നിൽക്കുന്നുണ്ട്, കണ്ടോ. പക്ഷേ ഇപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ലാസ്റ്റ് കുറേ കണ്ടോ, ഇപ്പം തത്തയുടെയും അണ്ണാൻ്റെ ഇവിടെ വാവലിൻ്റെ പ്രശ്നം അധികം ഉണ്ടാവില്ല, പക്ഷേ തത്തയും അണ്ണനാണ് അധികമായിട്ട് കഴിക്കണേ കണ്ടത്. അപ്പോൾ എന്നാൽ ലാസ്റ്റ് നിന്ന കുറേ റംബൂട്ടാൻ ഞാനൊരു കയ്യിൽ കിട്ടിയ കവറുകളെ കൊണ്ടൊന്ന് പൊതിഞ്ഞു വിട്ടിട്ടുണ്ട്, കണ്ടല്ലോ. എല്ലാത്തിൻ്റെ അടിവശം ഞാൻ വെള്ളം പോകാനുള്ള ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇൻ കേസ് വെള്ളം അകത്തോട്ട് പോവുകയാണെങ്കിൽ. അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ കുറച്ച് റംബൂട്ടാനാണ് ബാക്കിയുള്ളത്, ഇത് ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് കണ്ടോ. സാധാരണ റംബൂട്ടാൻ വളർത്തുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ശരിക്കും അത് പ്രൂൺ ചെയ്തിട്ട് വലിയ നെറ്റ് കൊണ്ട് മൊത്തം കവർ ചെയ്ത് തന്നെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അവിടെ വാവലും പക്ഷികളൊന്നും ഇല്ലേ, എങ്ങനെ ഇത്രയും കൃത്യമായിട്ടെല്ലാം കിട്ടുന്നതെന്ന്. ഇപ്രാവശ്യം അത് തന്നെ സംഭവിച്ചു, മിക്കവാറും എല്ലാം പക്ഷികൾ കൊണ്ടുപോയി കേട്ടോ. എന്തായാലും നെറ്റ് ഞാൻ ഇട്ടിരുന്നില്ല, അത് കാരണം ആ ഒരു ഓവർ കോൺഫിഡൻസ് കാരണം. നെക്സ്റ്റ് ടൈം നമുക്ക് നെറ്റ് ഇട്ട് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉള്ളതിന് വിളവെടുക്കാൻ്റെ പരിപാടിയാണ്. ഇതെന്തിനെങ്ങനെ വിട്ടിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ റംബൂട്ടാൻ ലാസ്റ്റ് കുറച്ചധികം ഞങ്ങൾ അച്ചാറുണ്ടാക്കി വയ്ക്കാറുണ്ട്. ഇവിടെ ഏറ്റവും ഫേവറേറ്റ് അച്ചാർ കേട്ടോ റംബൂട്ടാൻ അച്ചാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, റംബൂട്ടാൻ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് വേണം കേട്ടോ. ജസ്റ്റ് വാ, ഏറ്റവും നമുക്ക് ഇത് തന്നെ എടുക്കാം കേട്ടോ. ഇത് കണ്ടോ, കുറച്ച് അധികം ഉണ്ട്, പൊട്ടിച്ച് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാം പഴുത്തു കണ്ടോ. അങ്ങനെ എടുക്കാം, ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം വലിയൊരു പോലെ നിൽപ്പുണ്ട് കേട്ടോ. പൊടിച്ച് നോക്കാൻ പഴുത്തോളൂ. ഇതും പഴുത്തു. കുറച്ചുണ്ട് പഴുക്കാത്തത്, എന്നാലും കുഴപ്പമില്ല കണ്ടോ. ഈ അച്ചാറുണ്ടാക്കാൻ അത്രയ്ക്ക് പഴുക്കണമെന്നില്ല കേട്ടോ, ചെറിയൊരു പുളി ഉണ്ടെങ്കിലും ടേസ്റ്റ് അച്ചാറിന്. പക്ഷേ ഇത് നല്ല മധുരമുള്ള കേട്ടോ. ഇതാ അവിടെ നിൽപ്പുണ്ട്, നന്നായിട്ട് തന്നെ പഴുത്തു. അങ്ങോട്ടുള്ളൊക്കെ നേരത്തെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞു കേട്ടോ. ഈ ഭാഗത്ത് മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ഇത് ഞങ്ങളുടെ കിച്ചൻ്റെ സൈഡാട്ടോ. കിച്ചൻ്റെ പുറത്തിറങ്ങിയതൊക്കെ എടുക്കാൻ വലിയ രസമുള്ള കാര്യമല്ലേ. ഇവിടെ ഉണ്ട്. ഇതാണ് ലാസ്റ്റ് കേട്ടോ. എന്നാലും നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ഒരു വട്ടിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഫസ്റ്റ് എടുത്തതിനടുക്കാം. പക്ഷികൾക്ക് കൊടുക്കാൻ പാടില്ലെന്ന് ചോദിക്കരുത്, ഒരുപാട് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. വലിയ റംബൂട്ടാനല്ല, മൊത്തം ഞാൻ പക്ഷികൾക്ക് കൊടുത്തേ പ്രാവശ്യം. നന്നായിട്ട് പഴുത്തുണ്ടോ. ഇതും അടിപൊളിയാണ്. ഒരു വലിയ കൊലയാണ് കേട്ടോ. ഇതൊരു അനുഭവം കേട്ടോ, വീട്ടിൻ്റെ പുറത്തിറങ്ങി ഇങ്ങനെ റംബൂട്ടാൻ പഴം വീട്ടിൽ നിന്ന് എടുക്കാമെന്ന് വെച്ചാൽ. എല്ലാവരും ട്രൈ ചെയ്തു കേട്ടോ. ഇത് N18 എന്നുള്ള റംബൂട്ടാനാണ്. അപ്പോൾ റംബൂട്ടാൻ്റെ കുറേ അധികം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാവരും കണ്ടു നോക്കൂ കേട്ടോ. അതിൻ്റെ ഫുൾ കെയറും കാര്യങ്ങളും വെറൈറ്റീസും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെല്ലാം പറിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതെ, ഇത്രയും റംബൂട്ടാൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ, അടിപൊളിയാണ്.
എന്തായാലും ഇത്രയും കൂടെ ഒരു കിടിലൻ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അച്ചാറിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഒന്നും കൂടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ സ്ക്രീനിലൊക്കെ കൊടുത്തിരിക്കാം. ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ ഇതിൽ നിന്ന് ഈ റംബൂട്ടാൻ എങ്ങനെ പൊട്ടിക്കണമെന്ന് കാണിച്ചു തരാം. പലരും ചോദിക്കാറുണ്ട്, പലരും കടിച്ചും പൊട്ടിച്ചും കത്തി കൊണ്ടൊക്കെ മുറുക്കണേ കണ്ടിട്ടുണ്ട്. എളുപ്പമാണ്. റംബൂട്ടാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞെക്കിയാൽ മതി. അങ്ങനെ ഞെക്കിയത് പൊട്ടി വരും. എന്ത് യമ്മി ലുക്കാന്ന് കണ്ടോ. എന്തായാലും പൊടിച്ച് വെച്ചിരിക്കാന്ന് കഴിച്ചു നോക്കാം കേട്ടോ. എന്തായാലും ഈ വർഷത്തെ റംബൂട്ടാൻ വിളവെടുപ്പിൻ്റെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.